ദേ ആ കാണുന്ന മരത്തിലാണ് പ്രേതമുണ്ടെന്ന് പറയപ്പെടുന്നത്. ഇവിടെയുള്ള പലരും കണ്ടിട്ടുണ്ട് എന്നാണ് അവൻ പറഞ്ഞത്. ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. വീണ്ടും നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ഒരു യാത്ര പോകാൻ തീരുമാനിച്ചു. ഏലപ്പാറയിലേക്ക് തന്നെ തിരിച്ചു. നമ്മുടെ നാട്ടിലൊക്കെ നല്ല ചൂടല്ലേ, അതുകൊണ്ട് കുറച്ച് കാറ്റും തണുപ്പും ഒക്കെ കൊള്ളാമെന്ന് കരുതി ഇറങ്ങിയതാണ്. ഇത് അങ്ങോട്ടുള്ള യാത്രയിലാണ്. ആദ്യം ഒന്നും മഴയൊന്നും ഇല്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ക്ലൈമറ്റ് ആകെ മാറി. ഇനി മുന്നോട്ടുള്ള കാഴ്ചകളൊക്കെ കിടിലമാണ് കേട്ടോ. ഈ കാടും മലയും താണ്ടിയൊക്കെ അങ്ങനെ പോകാൻ എന്ത് രസമല്ലേ. സമയം ഒരു 4 മണിയൊക്കെ ആയതേ ഉള്ളൂ. പക്ഷെ കണ്ടില്ലേ, ഭയങ്കരമായിട്ട് ഇരുട്ട് വേണം. നല്ല മഴക്കോളുണ്ട്. എന്തായാലും മഴ പെയ്യുമെന്ന് തന്നെ വിചാരിക്കാം. മഴയൊന്നും പെയ്യാതെ ആയപ്പോഴത്തേക്ക് എന്തായാലും ഒരു ഐസ്ക്രീം കടക്കാരനെ കണ്ട ഒരു ഐസ്ക്രീം മേടിച്ച് കഴിക്കാമെന്ന് കരുതി വണ്ടി ഒന്ന് നിർത്തി. അപ്പോഴാണ് നമ്മുടെ മഴയുടെ വരവ്. തണുത്ത ഐസ്ക്രീമും മഴയും എല്ലാം കൂടെ അങ്ങോട്ട് ഒന്നിച്ച് വന്നു. അങ്ങനെ നമ്മൾ ഏലപ്പാറയിലെത്തി. കിടിലം മഴയായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ലായിരുന്നു. വഴി കാണാൻ കൂടി വയ്യായിരുന്നു, അതുപോലെ മഴയായിരുന്നു. അതിൻ്റെ കൂടെ ഒടുക്കത്തെ തണുപ്പും. ഇനി നമുക്ക് കുറച്ച് ഏലപ്പാറയിലെ കാഴ്ചകളൊക്കെ കാണാം. ഞങ്ങളങ്ങനെ ഏലപ്പാറയിലെ വീട്ടിലൊക്കെ എത്തി. ഡ്രസ്സൊക്കെ മാറി പുറത്തോട്ടിറങ്ങി കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. അടിപൊളി ക്ലൈമറ്റും പ്രകൃതി അങ്ങനെ എന്തോ കിടിലൊരു വിഷ്വലൈസേഷൻ ഒരുക്കി വെച്ച പോലെയായിരുന്നു. ഇത് കണ്ടില്ലേ, അടിപൊളി. ഞങ്ങളങ്ങനെ പെയ്യും തേയിലക്കാടിനിടയിലോട്ടൊക്കെ കയറി കേട്ടോ. പറഞ്ഞറിയിപ്പിക്കാൻ പറ്റത്തില്ല, നേരി കണ്ടുവെന്നൊന്നും അറിയണം അതിനൊരു ഭംഗി. ആ തണുപ്പും കൊണ്ട് അതിനിടയിൽ കൂടി അങ്ങനെ നടക്കാൻ തന്നെ എന്ത് രസമായിരുന്നു. അവരങ്ങ് നടന്നു പോയി. ഇവിടെ അടുത്തൊരു പള്ളിയുണ്ട് കേട്ടോ. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് വാങ്ങി വിളിക്കുന്നത്. എന്തായാലും അതൊക്കെ കേട്ട് അങ്ങനെ നടക്കാൻ തന്നെ നല്ല രസമായിരുന്നു. ആ സന്ധ്യാസമയം ഈ തേയിലക്കാടിനിടയിൽ കൂടെ നടക്കാൻ തന്നെ എന്ത് ഭംഗിയെന്നറിയാം. പിന്നെ ഞങ്ങൾ കുറേ താഴേക്ക് ഇങ്ങനെ വന്നു കേട്ടോ, കുറേ ഉള്ളിലേക്ക് വന്നു. അപ്പോഴാണ് നമ്മുടെ കൂട്ടത്തിലുള്ള അനിയൻ പയ്യൻ്റെ വക ഒരു കഥ. ഇപ്പം കാണിക്കാം.
അവിടെ ഒരു മരമുണ്ട്. ആ മരത്തിൽ പ്രേതമുണ്ട് എന്നാണ് അവൻ പറയുന്നത്. ഇവിടെയുള്ള നാട്ടുകാരെല്ലാം കണ്ടിട്ടുണ്ട്. ഉച്ചയ്ക്കും വൈകുന്നേരങ്ങളിലൊന്നും ഈ സ്ഥലത്ത് വരുന്നത് അത്ര നല്ലതല്ല എന്നാണ് പറയപ്പെടുന്നത്. ഞാനവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് അവൻ പറയുന്നത്. ആ കാണുന്ന മരത്തിലാണ് പ്രേതമുണ്ടെന്ന് പറയപ്പെടുന്നത്. ഞാൻ അവനോട് ചോദിച്ചു, നിനക്കിത് കുറച്ച് നേരത്തെ പറഞ്ഞായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങോട്ടുള്ള വരവങ്ങ് വേണ്ടാന്ന് വെക്കായിരുന്നു. ഇവിടെ ഉള്ളവർക്കിടയിൽ ഉള്ളൊരു വിശ്വാസമാണ്, എനിക്കറിയില്ല, അവൻ പറഞ്ഞതാണ് അവിടെ പ്രേതമുണ്ട് എന്ന്. നമ്മളതിനെ നേരിൽ കണ്ടിട്ടില്ല. എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ കഥകൾ. ബാക്കിയൊക്കെ അവൻ്റെ കഥകൾ കേട്ട് ഞങ്ങളങ്ങനെ നടന്ന് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ. ഏലപ്പാറയിലെ വിശേഷം ഇത്രയേ ഉള്ളൂ.